വയലാർ അവാർഡ് കിട്ടിയതിൽ തീർച്ചയായിട്ടും സന്തോഷിക്കുന്നു. മലയാളത്തിലെ സാഹിത്യരംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് വയലാർ അവാർഡ്. തന്നെയുമല്ല, ഒരു ഏതാണ്ട് അരനൂറ്റാണ്ട് കൊല്ലത്തെ ഒരു പാരമ്പര്യം ഉണ്ട് അതിന്. നമ്മുടെ വലിയ എഴുത്തുകാർക്കും അവരുടെ വലിയ മികച്ച കൃതികൾക്കൊക്കെ അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് വയലാർ. അത് നമ്മുടെ ഒരു രചനയെ തേടി വരുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. അതോടൊപ്പം തന്നെ അതിന് വലിയൊരു ചുമതല ഉണ്ട്. അതിൻ്റെ ഒരു ഉത്തരവാദിത്വം വലുതാണ്. അത്തരം രചനകളോട് നമ്മളൊരു വേറെ രീതിയിൽ നീതി പുലർത്തണം എന്നുള്ള ഒരു തോന്നൽ ഇപ്പോൾ എനിക്കുണ്ട്. അപ്പോൾ അത് രണ്ടും ചേർന്നിട്ടുള്ളതാണ് ഈ വയലാർ അവാർഡിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പ്രതികരണം. ഭാവി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ നോവലുകൾ അന്ധകാരിണിയൊക്കെ 2010-11 എഴുതുന്ന സമയം തൊട്ടുള്ള ചില ഒരു നോവലുകളുടെ പ്രൊജക്റ്റുകൾ എൻ്റെ കയ്യിലുണ്ട്. പലപ്പോഴും അതിൻ്റെ ഒരു തുടക്കം കിട്ടാണ്ടോ എൻ്റെ ടോൺ കണ്ടെത്താണ്ടൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിങ്ങനെ ഒരു കുറച്ച് ദീർഘമായിട്ടുള്ളൊരു ചരിത്ര കാലയളവ് ബന്ധപ്പെട്ടൊരു രചന എൻ്റെ മനസ്സിലുണ്ട്. കുറച്ച് കാലമായിട്ട് ഞാൻ എൻ്റെ റിസർച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് എഴുതാനുള്ളൊരു പാകമായിട്ടില്ല. വൈകാതെ അത് തുടങ്ങാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.